ഇറാന്റെ പുക കണ്ടേ അടങ്ങൂ എന്ന വാശിയിൽ US-ഉം ഇസ്രയേലും നിൽക്കുമ്പോൾ ഇപ്പോൾ ഇതാ ഇറാനിൽ പുക തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ടെഹ്റാനിലും ഷിറാസിലും ദുരൂഹമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ജനവാസ മേഖലകളിൽ പുകപടലങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് അമേരിക്കയുമായുള്ള ഒരു വലിയ യുദ്ധത്തിന്റെ മുന്നറിയിപ്പ് കൂടിയാണോ എന്ന ആശങ്ക ശക്തമാവുകയാണ്. ഇന്നലെ അതായത് ബുധനാഴ്ചയാണ് ഇറാന്റെ 2 പ്രധാന നഗരങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത്. ടെഹ്റാനിലെ പാരന്തിൽ ജനവാസ മേഖലയ്ക്ക് സമീപം വലിയ തോതിൽ പുക ഉയരുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നദീതീരത്തെ ഉണങ്ങിയ ചെടികൾക്ക് സാമൂഹിക വിരുദ്ധർ തീയിട്ടതാണ് ഇതിന് കാരണമെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ നൽകുന്ന വിശദീകരണം. എന്നാൽ ഷിറാസിലെ മലയോര മേഖലയിൽ ഉണ്ടായ സ്ഫോടനത്തിന്റെ കാരണം അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അഭ്യൂഹങ്ങൾ ഇത്തവണ പതിവിലും ശക്തമാണ്. ഈ സ്ഫോടനങ്ങൾക്കിടയിലാണ് ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. ഇറാനുമായി ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിന് ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. പ്രമുഖ അമേരിക്കൻ മാധ്യമമായി ആക്സിയോസ് അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. വെനസ്വേലയിൽ നടന്നതുപോലെ ഒരു ചെറിയ നീക്കമല്ല, മറിച്ച് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഇസ്രയേലുമായി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു വമ്പൻ സൈനിക നടപടിക്കാണ് അമേരിക്ക പദ്ധതിയിടുന്നത് എന്നാണ് ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്സിയോസ് ഇത് ഇറാന്റെ ഖമേനി ഭരണകൂടത്തിന് തന്നെ ഭീഷണിയായേക്കാം. സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അത് ഫലം കാണുന്നില്ല എന്നതാണ് വാസ്തവം. ജനീവയിൽ വെച്ച് ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി 3 മണിക്കൂർ ചർച്ച നടത്തിയിരുന്നു. ചർച്ച ക്രിയാത്മകമായിരുന്നു എന്നൊക്കെ പുറമെ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ പ്രധാന ആവശ്യങ്ങളൊന്നും തന്നെ ഇറാൻ അംഗീകരിച്ചിട്ടില്ല എന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്രം പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർത്താൽ ട്രംപ് യുദ്ധത്തിന്റെ വഴി തന്നെ തിരഞ്ഞെടുത്തേക്കാമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ചുരുക്കത്തിൽ മധ്യപൂർവേഷ്യ വീണ്ടും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഒരു വശത്ത് ദുരൂഹമായിട്ടുള്ള സ്ഫോടനങ്ങൾ, മറുവശത്ത് അമേരിക്കയുടെ യുദ്ധ സന്നാഹങ്ങൾ, സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ. വരും മണിക്കൂറുകൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.